ഞങ്ങൾ രണ്ടുപേരും വേഗം പോകുന്നതാ. ആ അങ്ങനെ. അല്ല നിങ്ങൾ എന്താ പുറത്ത് നിൽക്കുന്നേ? വാ അകത്തേക്ക്. അല്ല സീതാന്റി എന്തേ? അമ്മ അകത്തുണ്ട്, വാ. ജുവൽ, ക്ലാര, നിങ്ങൾ എന്താ പുറത്ത് നിൽക്കുന്നേ? വാ അകത്തേക്ക്. മമ്മിയെ വെയിറ്റ് ചെയ്യാ. മമ്മി വന്നോളും, നിങ്ങൾ വാ. ക്ലാര വാ. തുമ്പി എന്താ? താനെന്താ ഇപ്പൊ എന്നോട് മിണ്ടാത്തേ? ഓ ഒന്നുമില്ല. എന്താ പറ. തനിക്ക് എന്നോട് എന്താ ഇത്ര ശത്രുത? അതിനിപ്പോ ഞാനെന്താ പറഞ്ഞേ? താൻ എന്നോട് ഒന്നും പറയുന്നില്ല, അത് തന്നെ. എന്ത് പറയാനേ? അത് പിന്നെ നീ പണ്ടത്തെ പോലെ എന്നോട് മിണ്ടുന്നൊന്നുമില്ലല്ലോ. ഞാൻ മിണ്ടുന്നൊക്കെ ഉണ്ടല്ലോ. നീ എന്തിനാ ആ ജുവലിനോട് എപ്പോഴും മിണ്ടുന്നേ? ഓ അതാണ് അപ്പൊ കാര്യം? അതൊന്നുമല്ല. പിന്നെ ഒന്നുമില്ല. തുമ്പി. ഓ അപ്പോഴേക്കും പോയി. ദാ അളിയാ, എവിടുന്നാ അവൻ വിളിക്കുന്നേ? അളിയാ ഇങ്ങോട്ട് നോക്ക്. എവിടെ? ദാ ഒന്ന് തിരിഞ്ഞു നോക്ക്. നീ എന്താടാ അവിടെ നിൽക്കുന്നേ? ഓ എന്ത് പറയാനാളിയാ, നിന്റെ ഒരു പെങ്ങളില്ലേ? എനിക്കൊരു പെങ്ങളല്ലല്ലോ ഉള്ളത്. ഓ അതിലേറ്റവും ഇളയതില്ലേ, പാറൂസില്ലേ? ഓ അവളെന്നെ. അവള് നിന്നെ എന്താടാ ചെയ്തേ? അത് ജോലി വന്നത് നല്ല ആവേശത്തിൽ പറഞ്ഞതായിരുന്നു. അതിന്റെ ശേഷം എന്താ നടന്നത് എനിക്ക് തന്നെ അറിയില്ല. അവൾ എന്നെ ഇട്ട് ഓടിച്ചുടാ. തനിക്ക് രണ്ടെണ്ണോട് കിട്ടേണ്ടതായിരുന്നു. നീ എന്തിനാ അവരോട് പറയാൻ പോയി? വെറുതെ അല്ല തുമ്പി എന്നോട് മിണ്ടാത്തെ. താൻ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവള് നന്ദുവായിട്ട് സംസാരിച്ച് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദാ ദുഷ്ടാ, നീയാണ് എല്ലാം കൊളാക്കുന്നേ. അതൊക്കെ ഒരു രസമല്ല. എന്താ രസം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പാറൂസേ, ഉസ്മാൻ എവിടെ? നാളിയെ ചതിക്കില്ലടാ. ഓഹോ, ഞാൻ ചെയ്യുമ്പോ ചതി, താൻ ചെയ്യുമ്പോ രസം ല്ലേ? സോറി അളിയ. അല്ല സച്ചി എന്തേ? വാ, അവനകത്ത് കാണും. ഉസ്മാനെ, എന്റെ അല്ലാ. ഡാളിയ നീ പൊക്കോ. പാറു, എനിക്കിനി വയ്യ ഓടാന്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നേ? മിണ്ടി പോരുത്. നീ എന്താ പറഞ്ഞേ? ഞാൻ എന്ത് പറയാനേ? എന്റെ ജോലിയില്ലേ, അവളെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാന്ന് തനിക്കറിയില്ലേ? സോറി പാറു, അറിയാതെ പറഞ്ഞ. ഇത്തവണ ഞാൻ വെറുതെ വിട്ടേക്കുന്നു. ഇനി ഇതുപോലെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഇല്ല, ഇനിയൊന്നും പറയത്തില്ല. എന്താ തനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കൊള്ളും. പാറു, ഉസ്മാനെ വാ. ജുവൽ, വീട് അടിപൊളിയായിട്ടുണ്ടല്ലേ? ഓ എന്റെ വീടിന്റെ അത്രക്കൊന്നും വരില്ല. അല്ല മക്കളെന്തേ അവിടെ തന്നെ നിൽക്കുന്നേ? വാ, ദേവ് പറഞ്ഞു മക്കള് വന്നിട്ടുണ്ടെന്ന്. അല്ല മോളെ മമ്മി എന്തേ വന്നില്ലേ? വരുന്നുണ്ട് ആന്റി. രണ്ടാളും ഇവിടെ ഇരിക്കി, ആന്റി കുടിക്കാൻ വെള്ളം എടുത്തു വരാം. ജുവൽ, നമുക്ക് റൂമിലൊക്കെ ഒന്ന് പോയി നോക്കാം. നീ വാ. ആവണി, എന്താ? അത് പിന്നെ വേഗം പറ, എനിക്ക് ടൈമില്ല. അത് പിന്നെ ആവണി, നീ പറയുന്നുണ്ടെങ്കിൽ വേഗം പറ സച്ചി. ഞാൻ പറയാ, നീ അതൊക്കെ കേൾക്കണം. അളിയാ, ഓ എല്ലാം നശിപ്പിച്ച്. ഇന്ന് ഞാൻ നിന്നെ കൊല്ലും. ഒരു വിധം ഞാൻ പറഞ്ഞു വരായിരുന്നു. ഓ അപ്പോഴേക്കും നീ കയറി വന്ന്. അതാണ് ഉസ്മാൻ, എവിടെയും എപ്പോഴും എത്തിയിരിക്കും മോനെ. വെറുതെ അല്ല പാറക്കുട്ടിയോട് ഇങ്ങനെ കിട്ടുന്നേ. അല്ല നീ എന്തിനാ ഡ്രസ്സ് മാറ്റിയേ? ഓ അതൊന്നും പറയണ്ട. എന്താടാ സംഭവിച്ചേ? പാറു എന്നെ ഓടിച്ച്, ഞാൻ ചെളിയിൽ വീണ്. നിനക്ക് അങ്ങനെ തന്നെ വേണം. അളിയാ, അല്ല എന്തിനാ നിന്നെ ഓടിച്ചേ? അത് പിന്നെ ജുവലിന്റെ കാര്യം അവളോട് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പ്രോമിസ് ചെയ്തു, പിന്നെയും പറഞ്ഞു പോയി. ആഹാ കൊള്ളാം. ദുഷ്ട. ചോദിച്ചു വാങ്ങിയതല്ലേ, മോൻ സഹിച്ചോ? ഹായ് സച്ചി. ഹായ് ജുവൽ, എന്തൊക്കെയുണ്ട് വിശേഷം? പപ്പേ ജുവൽ, ഇനി പാറൂസ് കണ്ട തച്ചു കൊല്ലും. വേഗം മുങ്ങിയേക്കാം. അവനിതെങ്ങോട്ടോ ഓടിയേ? സച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ അറിയുമോ? പിന്നെ അറിയാതെ. അല്ല ഇതാരാ ജുവൽ? ഇതെന്റെ ഫ്രണ്ട് ക്ലാര. ഹോ, ജുവൽ, നിങ്ങളെങ്ങനെ പരിചയം? അത് പിന്നെ ക്ലാര, സച്ചി കുറെ വർഷം നാട്ടിലായിരുന്നു, നമ്മുടെ സ്കൂളിലായിരുന്നു. നിനക്കറിയാൻ വയ്യില്ല, നീ 2 വർഷമല്ലേ ആയിട്ടുള്ളൂ അങ്ങോട്ട് വന്നിട്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ ഇവരാ വന്നതെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ഓ അങ്ങനെ. അല്ല സച്ചി, ഉടനെ തിരിച്ചു പോക്കുണ്ടോ? ആടാ, മമ്മി പറയുന്നേ 2 ദിവസം കൂടി കാണുമെന്നാ. ചിലപ്പോ ഞാൻ ഇവിടെ നിൽക്കും, അവര് പോവും. അതെന്തേ പെട്ടെന്ന് പോകുന്നേ? ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. അത് ഗ്രാൻഡ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഡാഡി വിളിച്ചിരുന്നേ. മമ്മി എന്തായാലും പോവും, ഞാൻ ചിലപ്പോ. അങ്ങനെ. എന്നാ ശരി സച്ചി, പിന്നീട് കാണാവേ. ഓക്കേടാ. ഓ ഈ ഉസ്മാൻ ഇതെങ്ങോട്ടോ ഓടിയേ? ഞാൻ ഇവിടെ ആയിരുന്നല്ലോ വെച്ചത്, അതിപ്പോ എവിടെ പോയി? അല്ലെങ്കിലും ആവശ്യത്തിന് നോക്കുമ്പോ ഒരു വസ്തുവും കാണത്തില്ല. ചേച്ചി, ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? കുറെ നേരമായല്ലോ. നിനക്ക് തന്നതിന്റെ ബാക്കി മുല്ല ഞാൻ ഇവിടെ വെച്ചതാ, അതിപ്പോ കാണുന്നില്ല. ഓ അതാണോ? അതെവിടെയെങ്കിലും കാണും ചേച്ചി, അല്ലാതെ ഇവിടെ പോവാനാ? ചേച്ചി ഒന്നുകൂടെ നോക്ക്. ഇല്ല, ഞാൻ വെച്ച സ്ഥലത്തൊക്കെ നോക്കിയതാ. നീ ഒന്ന് കൂടിക്കൊണ്ട് നോക്കാൻ. എന്നെ അമ്മ വിളിക്കുന്നുണ്ട് തോന്നുന്നു ചേച്ചി, ഞാൻ ഇപ്പൊ വരാവേ. വെറുതെ പറയാ, അമ്മയൊന്നും അവളെ വിളിക്കുന്നില്ല. ഈശ്വരാ, ഇനിയിപ്പൊ ഞാൻ എവിടെ നോക്കുക?
ദേവു ആ, ഇതാര് ഉണ്ണിക്കുട്ടന് എപ്പോഴാ അമ്മന്റെ വീട്ടിൽ നിന്ന് വന്നേ? ആ ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. അല്ല അവരൊക്കെ എന്തേ? അവരൊക്കെ ഹാളിലുണ്ടല്ലോ. ഉണ്ണിക്കുട്ടൻ കണ്ടില്ലേ? ഇല്ല അവരെ ഞാൻ കണ്ടില്ല, അതാ ഇങ്ങോട്ട് വന്നേ. അല്ല നീ എന്തേ ഇവിടെ നിക്കുന്നേ? അത് പിന്നെ ഞാൻ കുറച്ച് മുല്ല കോർത്ത് വെച്ചിരുന്നതാ ഇവിടെ, അതിപ്പോ കാണുന്നില്ല. അല്ല മുല്ലയ്ക്ക് ചൂടി താൻ എങ്ങോട്ടാ പോകുന്നേ? ഇന്ന് നിന്റെ കല്യാണത്തെയാണോ? വീടിന്റെ മുറ്റത്ത് നിറയെ മുല്ലയുണ്ടല്ലോ, അത് പാറസിന് വേണ്ടി ഞാൻ കോർത്തതായിരുന്നേ. ബാക്കി കുറച്ചുണ്ടായപ്പോ എനിക്ക് ചൂടായെന്ന് കരുതി. അല്ല കല്യാണം വേണമെന്നൊന്നുമില്ലല്ലോ മുല്ല ചൂടാന്. പക്ഷേ ഞാൻ വെച്ച സ്ഥലത്ത് ഇപ്പോ അത് കാണുന്നില്ല. ഇതാണോ അത്? ഹായ്, ഇത് തന്നെയാ. ഇത് എവിടുന്നാ കിട്ടി ഉണ്ണിക്കുട്ടാ? അതൊക്കെ കിട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കൊള്ളാം, റോസയുടെ വെച്ചപ്പോ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. എന്നാ വാ നമുക്ക് അവരെ അടുത്തേക്ക് പോവാം. ദേവു എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ ഉണ്ണിക്കുട്ടാ, എന്താ? അത് പിന്നെ ഞാൻ പറഞ്ഞാ താൻ പിന്നെ എന്നോട് മിണ്ടാതിരിക്കൊന്നും ചെയ്യരുത്. ഞാൻ എന്തിനാ തന്നോട് മിണ്ടാതിരിക്കുന്നേ? അത് പിന്നെ ഞാൻ പറഞ്ഞത് തനിക്ക് ഇഷ്ടായില്ലെങ്കിലോ? അത് പിന്നെ താൻ പറഞ്ഞാലല്ലേ എനിക്കറിയൂ. എന്താ കാര്യം പറ. അതെന്താണെന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടനല്ലേ അത്? ഉണ്ണിക്കുട്ടാ. ഓ ഈ പിശാശിന് ആരെ ഇൻവൈറ്റ് ചെയ്ത്? ആ ക്ലാര, നീ ആരെ കൂടെ വന്നേ? എൽസന്റെ കൂടെയാ. ഓ ആ പിശാശു എത്തിയിട്ടുണ്ടോ? നീ എന്താ ചിന്തിക്കുന്നേ? ഒന്നുമില്ല. എന്നാ നിങ്ങൾ സംസാരിക്ക്. ഷോ ദേവു പോയി. ഡ്രസ്സിംഗ് സൂപ്പർ ആയിട്ടുണ്ട്. ഓ താങ്ക് യു. അല്ല എന്താ നേരത്തെ വരാഞ്ഞേ, ഇപ്പോഴാണോ വരുന്നേ? ഒരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു, അതാ. ഓ അങ്ങനെ. അനിയത്തിയെ ഞാൻ കണ്ടു. ആ എന്നാ ശരി ക്ലാര, ഞാൻ അവരെ ഒന്ന് പോയി കാണട്ടെ. വന്നതിന് ശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല. അല്ല അപ്പൊ നീ ഇന്നലെ വന്നില്ലായിരുന്നോ? ഇല്ല, ഞാൻ 2 ദിവസം അമ്മയുടെ വീട്ടിലായിരുന്നു. ഇന്ന് രാവിലെ എത്തിയത്. ഓ അങ്ങനെ. എന്നാ ശരി. ദേവുനോട് ഉണ്ണിക്കുട്ടൻ എന്തോ പറയാനിരുന്നതാ. എന്തായിരിക്കും അത്? ഷോ, അത് കേട്ടിട്ട് വന്നാ മതിയായിരുന്നു. കണ്ടു പിടിച്ചേ മതിയാവൂ ക്ലാര. ഇവളെന്താ ഒറ്റക്ക് സംസാരിക്കുന്നേ? ക്ലാര. ആ അല്ല ഇവിടെ ആരുമില്ലല്ലോ, നീ എന്താ ഒറ്റക്ക് സംസാരിക്കുന്നേ? ഓ അത് പിന്നെ ഒന്നുമില്ല. ആ പിന്നെ ഇതാണ് പാറോന്റെ റൂം, നീ കണ്ടിട്ടില്ലല്ലോ. ഓ ഇതായിരുന്നു അത്. എനിക്ക് നല്ല ഇഷ്ടായി. നിനക്കോ? ക്ലാര. ഈശ്വര, അത് പിന്നെ ജുവൽ, ഞാൻ ഉദ്ദേശിച്ചത്. താൻ എന്ത് ഉദ്ദേശിക്കണ്ട. വാ പാത്തു, നീ ഇത്ര സമയം എവിടെയായി? പരിപാടിക്കാവുമ്പോ കുറച്ച് ഒരുങ്ങി വരണ്ടേ പാറൂസേ? നിന്റെ ഒരുക്കം കഴിയുമ്പോത്തിന് പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. നീ എന്നെ കാത്തു നിന്നില്ലല്ലോ. ആ ഇനിയിപ്പോ അത് പറഞ്ഞോ. ഞാനും കൺമണി എത്ര ടൈം നിന്നെ കാത്തു നിന്നതാ. നിന്റെ ഒരുക്കം കഴിയൂലെന്ന് ഞങ്ങൾക്കറിയാം. അവസാനം ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് പോന്നു. അല്ല കൺമണി എന്തേ? അവളകത്തുണ്ട്. അല്ല ജോലി വന്നിട്ടുണ്ടോ? എന്നിട്ട് നീ അവളോട് വല്ലതും സംസാരിച്ചോ? ഞാനോ? അതും അവളോണ്ട്? ഇപ്പൊ സംസാരിച്ചത് തന്നെ. അല്ല എന്നിട്ട് അവളെന്തേ? ഓ അകത്തുണ്ട്. എന്തെങ്കിലും പ്ലാൻ ചെയ്യായിരിക്കും. എന്ത്? അത് പറയാൻ പറ്റില്ല, അവളല്ലേ. പക്ഷേ പാറൂസിന്റെ അടുത്ത് അവൾ ഒരു കളിയും നടക്കത്തില്ല. ഓഹോ, ഈ ജുവലിന്റെ അടുത്ത് പാറു ഒന്നുമല്ല. ജുവൽ, നിനക്ക് വെള്ളം വേണോ? ആ നീ കൊണ്ടുവന്നത് നന്നായി. ഷോ, താൻ എന്താ ജുവൽ കാണിച്ചേ? ഷോ, ഈ ഉസ്മാൻ അതിന്റെ ഇടയിൽ കേറി വന്നേ. അത് പിന്നെ ഞാൻ കണ്ടില്ല ഉസ്മാനെ. ആരെ? എന്നെയോ? അതല്ല, ഞാൻ എന്റെ കൈ അറിയാതെ തട്ടി വീണതാ. ഓ ഞാൻ ഇനിയും ഡ്രസ് മാറ്റണം. എത്രാമത്തെ തവണ ഇന്ന് മാറ്റുന്നേ? നിനക്കെന്താ ജുവൽ, കണ്ണു കണ്ടൂടെ? ഷോ പാവണ്ട് ഉസ്മാനെ. അത് നീ മുന്നേ വന്നിക്കണേ എനിക്കറിയോ. അപ്പൊ നീ കരുതിക്കൂട്ടി ചോദിച്ചതാലേ? അല്ല. ഓ ഇനിയിപ്പൊ ഡ്രസ് മാറണ്ടേ? സോറി ഉസ്മാനെ. പാറു, നിനക്ക് അവളെ അറിയാതെ ചിന്തിയതാ തോന്നുന്നുണ്ടോ? ഒട്ടും തോന്നുന്നില്ല. അവള് എന്റെ മേലേക്കാ ചിന്തിയത്. ഉസ്മാൻ വന്നതുകൊണ്ട് അവന്റെ മേലായി, അത്രമാത്രം. പരിപാടിയായി പോയി. അല്ലെങ്കിൽ ഞാൻ അവളെ കിണറ്റിലും വെള്ളം മൊത്തം അവളെ മേലേക്ക് ഒഴിച്ചേനെ. എന്തായാലും പാവണ്ട് ഉസ്മാന്. ഒരു തവണ നീ അവനെ ഓടിച്ചപ്പോ ചെളിയില് വീണ് അതൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നതേ ഉള്ളൂ. ഇപ്പതാ